Guys, 2025 is coming to an end. And honestly, എല്ലാവരുടെ ജീവിതത്തിലും ഒരു ചെറിയ റീസെറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. So, here is the first thing that you should do before going to 2026. So, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ബട്ട് മീനിങ് റീസെറ്റ് ആണ്. ഈ സ്മോൾ ബട്ട് മീനിങ് റീസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് പല കാര്യങ്ങൾ ചെയ്യാം. സോ ദ ഫസ്റ്റ് തിങ് ഈസ് എൻവയോൺമെൻറ്റൽ റീസെറ്റ്. അതായത് വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങൾക്ക് ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരുത്താം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫോൺ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പുതിയൊരു വർഷത്തിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഒന്ന് മാറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ DPയുടെ ഫോട്ടോസ് ഒന്ന് മാറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ ഇപ്പം ഒരേ ലേഔട്ടിലായിരിക്കും നമ്മുടെ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പം അത് ഒന്ന് ചെറുതായിട്ട് സ്ഥലം മാറ്റി വേറെ രീതിയിലൊക്കെ ഇട്ട് ഒന്ന് റീഓർഗനൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സ് ഒരു പുതിയ രീതിയിലോട്ട് മാറ്റുക. അതായത് അതിനിപ്പം പുതിയ കാര്യങ്ങൾ മേടിക്കണമെന്നൊന്നുമില്ല, നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സ്റ്റാർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദ നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സോഷ്യൽ സർക്കിൾ റീസെറ്റ് ആൻഡ് മെൻ്റൽ റീസെറ്റ്. ഈ സോഷ്യൽ സർക്കിൾ റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് തരുന്നതെന്നല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ മാത്രം നമ്മളുടെ കൂടെ കൊണ്ടുപോയിട്ട് ബാക്കി നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളും ആ ഒരു ടൈപ്പ് ഓഫ് ആളായിപ്പോവും. അപ്പോൾ നമുക്ക് ബെനിഫിറ്റിന് പകരം നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരുടെ കൂടെ മാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ മെൻ്റൽ റീസെറ്റ് എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ പാസ്റ്റിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പണ്ടുണ്ടായിരുന്ന ഒരാളിലോ സ്റ്റക്ക് ഓൺ ആയിരിക്കും. അപ്പം ആ കാര്യത്തിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന് ഇനി എൻ്റെ ഭാഗത്തായിരുന്നോ തെറ്റ്, അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മളിരിക്കും. നമ്മുടെ മൈൻഡിലുള്ള ഓവർ തിങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 2025 ഇവിടെ വെച്ചിട്ട് പോയിട്ട് 2026 ആ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ മൈൻഡ് റീഫ്രഷ് ആക്കി പുതിയൊരു നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞ് നമ്മൾ 2026 പോവുക. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ 2026 പോകുന്നതിന് മുന്നേ ചെയ്യാനായിട്ട്. സോ ഞാൻ എത്രയും വേഗം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ ലിസണിങ്.